കൊച്ചി കപ്പൽശാലയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതി നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. പുതിയ പദ്ധതിയോടെ കപ്പൽശാലയുടെ ശേഷി പല മടങ്ങായി വർദ്ധിക്കുമെന്ന് നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ കേരളവും സുപ്രധാന പങ്കുവഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. മറൈൻ ഡ്രൈവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി. ബൂത്ത് തലങ്ങളിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്നും മോദി. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുത്തു. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയിൽ കോൺഗ്രസിൽ അതൃപ്തി. ആളെണ്ണം കൂട്ടിയിട്ടും പരിഗണന ലഭിച്ചില്ലെന്ന് എ ഗ്രൂപ്പ്. എംപിമാരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത മാനദണ്ഡം ശരിയല്ലെന്നും വിമർശനം. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നടപടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയിൽ. ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് സംസ്ഥാന വ്യാപകമായി അന്വേഷണം വേണ്ടതിനാൽ. ദുരന്തത്തിൽ സർവകലാശാലയുടെ വീഴ്ച വ്യക്തമാക്കി പോലീസ് റിപ്പോർട്ട്. സംഗീത നിശയ്ക്ക് ആവശ്യമായ സൗകര്യമൊരുക്കിയില്ല. സ്റ്റേഡിയത്തിൽ തള്ളിക്കയറിയത് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും കൂടുതൽ പേർ. സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതയും ദുരന്തത്തിന്റെ ആഴം കൂട്ടിയെന്നും പോലീസ് ഹൈക്കോടതിയിൽ. പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം തേടി മുൻ ഗവൺമെന്റ് ലീഡർ PG മനു സുപ്രീം കോടതിയിൽ. നടപടി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ തടസ്സ ഹർജി നൽകി അതിജീവിത. തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യം.